ആ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ ഈ വചന ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ ആവുന്നതല്ല. നമുക്കറിയാം, ലോകത്തെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് ആകർഷിക്കുവാൻ ഈ ലോകത്തിൽ ഒരു വേദപുസ്തക വിശ്വാസിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. ഒന്ന്, ഗ്രാവിറ്റേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആകർഷണമാണ്. രണ്ടാമത്, ഗ്രാവിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആകർഷണമാണ്. മൂന്നാമത്, ഗ്രാവിറ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആകർഷണമാണ്. നാലാമത്തത്, ഗ്രാവിറ്റേഷൻ ഓഫ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനമാണ് മനുഷ്യനെ ആകർഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നു, ഒരു മനുഷ്യനെ താല്പര്യപ്പെടുന്നു, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, ഒരു മനുഷ്യനോട് വാത്സല്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആകർഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തേക്കണം, എന്നെ ദൈവം ആകർഷിക്കുന്നത് എന്നോട് ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ടാണ്. എന്നെ ദൈവം ആകർഷിക്കുന്നത് എന്നോട് ദൈവത്തിന് ഇഷ്ടം തോന്നുന്നത് കൊണ്ടാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 1642 ഡിസംബർ മാസം 25-ാം തീയതിയാണ് ഐസക് ന്യൂട്ടൻ ഇംഗ്ലണ്ടിൽ ജനിക്കുന്നത്. 1727 മാർച്ച് മാസം 20-ാം തീയതി ഏതാണ്ട് 85 വർഷം ജീവിച്ച ഐസക് ന്യൂട്ടൻ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴി കടന്നുപോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏതാണ്ട് തന്റെ 27-ാമത്തെ വയസ്സിലാണ് ഒരു ആപ്പിൾ ട്രീയും അതിന്റെ ഒരു ഫലവും തന്നെ ആകർഷണ സിദ്ധാന്തത്തിലേക്ക്, ഗ്രാവിറ്റേഷണൽ തിയറിയിലേക്ക് നയിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 27 വയസ്സുവരെ ജീവിച്ചതിന് ശേഷമാണ് ഐസക് ന്യൂട്ടൻ ആകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചതെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ നമ്മളെ ആകർഷിക്കുവാൻ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവവചനമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ ആകർഷണത്താൽ അല്ലാതെ ഒരു മനുഷ്യനും സുരക്ഷിതമായി രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഈ ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിന് മുൻപ് തന്റെ അമ്മ ഹന്ന അഥവാ അന്ന തന്നെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ന്യൂട്ടന്റെ അപ്പൻ മരിച്ചുപോയി. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയാണ് തന്റെ ചരിത്രം പറയുന്നത്. ജനിച്ചു വീണ ഐസക് ന്യൂട്ടൻ എലിക്കുഞ്ഞിനോളം വലിപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യരായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എലിക്കുഞ്ഞിനോളം വലിപ്പമുള്ള ഐസക് ന്യൂട്ടൻ 85-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിയെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നമ്മൾ വലിയവരായി തീരണം. നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. ശരീരം മാത്രം വളർന്നാൽ പോരാ, അവയവങ്ങൾ മാത്രം വളർന്നാൽ പോരാ. ആന്തരിക മനുഷ്യൻ, ആന്തരിക ആളത്വം, ആന്തരിക വ്യക്തിത്വം യേശു ക്രിസ്തുവിൽ വളരണം.
എഫെസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വളർച്ച മനോഹരമായി ദൈവസന്നിധിയിൽ ഉണ്ടാകണം. നമുക്കറിയാം, ഈ പേര് കേൾക്കുമ്പോൾ ഐസക് ന്യൂട്ടൺ എന്നാണ്. ഐസക് എന്ന പേര് ചിരി എന്നർത്ഥം വരുന്ന വേദപുസ്തകത്തിലെ ഇസ്ഹാക്ക് എന്ന പേര് കടമെടുത്തതാണ്. ഐസക് ന്യൂട്ടൺ നോട്ട് എ ജൂയിഷ് മാൻ. അദ്ദേഹം ഒരു യഹൂദനല്ല, കാരണം അത് യഹൂദന്റെ പേരാണ് ഐസക്. അതുകൊണ്ട് തന്റെ മാതാപിതാക്കൾക്ക് ഇംഗ്ലണ്ടിൽ ജനിച്ച ഈ ഐസക് ന്യൂട്ടന് ഒരു യഹൂദന്റെ പേര് കൊടുത്താൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഐസക് എന്ന പേര് അതിനോട് ചേർത്ത് ന്യൂട്ടൺ എന്ന ഒരു പേരും കൂടെ നൽകി. ഈ ന്യൂട്ടൺ എന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു സിറ്റിയുടെ പേരാണ്. കാരണം ന്യൂട്ടൺ എന്ന സിറ്റിയിൽ നിന്നുള്ള ഐസക്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൈവപൈതലാണ്. കണ്ടോ, ഈ ഐസക്കിന്റെ പേരിനോട് ചേർത്ത് താൻ വന്ന സ്ഥലത്തെയും കൂടി ലോകത്തിലെങ്ങും പ്രഘോഷിക്കപ്പെടുമ്പോൾ ന്യൂ സിറ്റി, താൻ വന്ന പട്ടണം ഒരു പുതിയ പട്ടണമാണ്. ആ പട്ടണത്തോട് ചേർന്ന് തന്റെ പേര് പറയുമ്പോൾ ലോകമുള്ളിടത്തോളം കാലം ഐസക് എന്ന് മാത്രം പറയത്തില്ല. ഐസക് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ഐസക് ന്യൂട്ടൺ. ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ലോകത്തിലുള്ളൂ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, നമ്മളും അങ്ങനെ ദൈവസന്നിധിയിൽ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഇതിനെ വിശദീകരണം ചെയ്ത് പഠിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1642 ഡിസംബർ മാസം 25-ാം തീയതി രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനന ദിവസമായി ലോകത്തിൽ അറിയപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം രാത്രിയാണ് ഈ മനുഷ്യൻ ജനിച്ചത്. താൻ ജനിക്കുമ്പോൾ തന്റെ വീടിന്റെ ചുറ്റുപാട് മുഴുവനും ക്രിസ്മസ് ആഘോഷത്താൽ പ്രകാശപൂർണമായ അവസ്ഥയിൽ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് തന്നെയാകാം, ആ ദിവസം ജനിച്ചതുകൊണ്ട് തന്നെയാകാം ഒരു യഹൂദന്റെ പേര് തന്റെ അമ്മ തനിക്ക് നൽകി തന്നെ വളർത്തിക്കൊണ്ടുവന്നത് താൻ മരിക്കുമ്പോൾ വലിയവനായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെറുതായിട്ടാണ് നമ്മുടെ ജനനമെങ്കിലും നമ്മുടെ ജീവിതമെങ്കിലും നമ്മൾ വളർന്ന് 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 വലുതായി ഉന്നതമായ ഒരവസ്ഥയിൽ എത്തിച്ചേരേണ്ടത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പറയാണ്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, 27 വയസ്സാകുമ്പോഴാണ് ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ വീഴുന്നത് താൻ കണ്ടുകൊണ്ട് പറയുന്നതും പഠിപ്പിക്കുന്നതും തന്റെ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഭൂമിയെല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്നു. ഇന്ന് പ്രകാരം ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറിക്ക് ഓപ്പോസിറ്റായി ഒരു തിയറിയാണ് യോഹന്നാൻ 6:44 നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമി ആകർഷിക്കുന്നതിന് മുഴുവനും നിലനിൽപ്പില്ല. എന്തിനെ ഈ ഭൂമി ആകർഷിച്ചാലും അതിന്റെ അവസാനം, അതിന്റെ അന്ത്യം വേദനാജനകമാണ്. നമ്മുടെ ശരീരം ഈ മണ്ണിൽ നിന്നെടുത്ത് അവസാനം മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിൽ ഈ ഭൂമി നമ്മളെ ആകർഷിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം പോലും മരിച്ചു പോകുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും വെന്തുപോകും. അതിന്റെ മുൻപിൽ വെളിപ്പാടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി ഭൂമിയിലേക്ക് വീഴുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആകാശത്തിലെ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ എണ്ണിയാൽ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നക്ഷത്രങ്ങളാകട്ടെ, ഇത് മുഴുവനും അപ്രത്യക്ഷം ആകത്തില്ല. ഇത് മുഴുവൻ ഈ ഭൂമിയുടെ ആകർഷണത്തിൽ ഭൂമിയിലേക്ക് വരും. അതിനുശേഷമായിരിക്കും എന്റെ ദൈവം ഈ ഭൂമിയെല്ലാം റീക്രിയേഷനിലൂടെ ഒരു നവീകരണ പ്രക്രിയയിലൂടെ പുതിയ ഭൂമിയാക്കി മാറ്റുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ
എന്തുണ്ടെങ്കിലും അത് മുഴുവനും ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയന്ത്രണത്തിൽ കീഴിലാണ്. എന്നാൽ ആ ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയന്ത്രണത്തിന് കീഴിലുള്ള ഏത് വസ്തുവിനും അന്ത്യമുണ്ട്, അവസാനമുണ്ട്, നാശമുണ്ട്, വേദനയുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുള്ളപ്പോൾ ഭൂമിയിലുള്ള നമ്മെ മാത്രമേ സ്വർഗത്തിലേക്ക് നമ്മുടെ കർത്താവ് ആകർഷിക്കുന്നുള്ളൂ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയട്ടെ, ഭൂമി കൊടുക്കുന്നത്, ഭൂമി നൽകുന്നത്, ഭൂമി സമ്മാനിക്കുന്നത് മുഴുവനും പ്രയാസകരമായിരിക്കും, പ്രതികൂലകരമായിരിക്കും, വൈഷമ്യകരമായിരിക്കും, വേദനാജനകമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഭൂമിയുടെ സമ്മാനത്തിൽ നിന്ന് നമ്മെ നമ്മുടെ ദൈവമായ കർത്താവ് പിതാവായ ദൈവത്താൽ, പുത്രനായ ദൈവത്താൽ, പരിശുദ്ധാത്മാവായ ദൈവത്താൽ തന്റെ വചന മുഖാന്തരം ഈ വേദനയൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, വേദന നിബിഡമായ ഈ ഭൂമിയിൽ നിന്ന് ആകർഷിക്കണം. അതാണ് ദൈവത്തിന്റെ ഏക ഉദ്ദേശം. അതുകൊണ്ടാണ് കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞത്, എന്റെ പിതാവ് ആകർഷിച്ചതല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ആകർഷണമാണ് മരിക്കുന്നത്. ഈ ഭൂമിയിൽ തന്നെ നമ്മളെ സംസ്കരിക്കാം, അല്ലെ? ഈ ഭൂമിയിലല്ലാതെ നമ്മളെ സൂക്ഷിച്ചു വെക്കാൻ ഒരു മാർഗവുമില്ല. ഒരിക്കൽ നമ്മുടെ കർത്താവ് നമ്മളെ ഈ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ താൻ ഇറങ്ങി വരും. ആ സമയത്ത് നമ്മുടെ മരണാനന്തരമുള്ള പുനരുത്ഥാനം നടക്കും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 1 Corinthians 5-ാം അധ്യായത്തിൽ പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുന്നു, പിശാചിനെ വെല്ലുവിളിക്കുന്നു, മരണത്തിന്റെ വിഷമുള്ളിനെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം ഈ ഭൂമിയുടെ മേൽ എന്റെ കർത്താവിനാൽ ഒരു ദിവസം ജയം ഉണ്ടാകുമെന്ന് പൗലോസ് ആത്മാവിൽ ദർശിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഭൂമിയുടെ ആകർഷണ കെണിയിലകപ്പെട്ട് നമ്മുടെ ജീവിതം പരിമിതമായി പരാജയപ്പെടരുത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പരിമിതമായി പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഈ വേദപുസ്തകം നമുക്ക് അനിവാര്യമാണ്. ഹല്ലേലൂയ. ഈ വേദപുസ്തക പ്രകാരമാണ് നമ്മുടെ ജീവിതം ധന്യമായി, സമൃദ്ധമായി, അനുഗ്രഹപൂർണമായി മുന്നോട്ട് പോകുവാൻ ഇടവരേണ്ടത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. വീണ്ടും ഞാൻ ആ വ്യക്തിയെ ഓർപ്പിക്കട്ടെ. അദ്ദേഹം ജനിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ആ ക്രിസ്മസ് രാത്രി ലണ്ടനിൽ അദ്ദേഹം ജനിക്കുമ്പോൾ എലിക്കുഞ്ഞിനോളം വലിപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഏതാണ്ട് 85 വയസ്സ് പ്രായം വരെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അന്ന് ലോകത്തിലുള്ളവർ മുഴുവനും വളരെ മനോഹരമായ രീതിയിൽ ഉച്ചസ്വരത്തോടെ പറഞ്ഞു, ഐസക് ന്യൂട്ടൻ വിടവാങ്ങി. അത് ലോകത്തിൽ വലിയൊരു വാർത്തയായി. ജനിച്ച വാർത്ത ആരും അറിഞ്ഞില്ല, അപ്പൻ ഇല്ലാത്ത അമ്മ മാത്രം അറിയുമ്പോൾ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ ചരിത്രത്തിൽ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, അമ്മയെ സഹായിക്കുവാൻ നമ്മൾ സാധാരണ പറയുന്ന പോലെ വൈറ്റാട്ടിമാരും കൂടെ ഉണ്ടായിരുന്നു, സഹായത്തിന് നേഴ്സുമാരും കൂടെ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും അവർ വിചാരിച്ചില്ല ഈ എലിക്കുഞ്ഞിനോളം വലിപ്പമുള്ള ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചേർന്നിട്ട് മരിക്കുകയുള്ളൂ എന്ന്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നമ്മുടെ ജനനത്തിൽ നമ്മൾ ചെറുതാകാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുതാകാം, നമ്മുടെ വളർച്ചയിൽ നമ്മൾ ചെറുതാകാം, നമ്മുടെ അന്ത്യത്തിൽ നമ്മൾ വലുതായിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങാം. അതൊരു പ്രതീക്ഷയാണ്, അതൊരു പ്രത്യാശയാണ്, അതൊരു ആനന്ദകരമായ അനുഭവമാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറയാണ്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഞാനിത് പറയാനുണ്ടായ കാരണം, നമ്മളെ ഒരിക്കലും നന്നാക്കാത്തത്, നമ്മളെ ഒരിക്കലും രക്ഷപ്പെടുത്താത്ത ഒന്നാണ് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുമ്പോൾ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറി ഒന്നുമല്ല, അതൊരു സീറോയാണെന്ന് ഞാൻ വേറെ പുസ്തക വിശ്വാസത്തിൽ പറയുന്നു.
കാരണം എല്ലാം ആ ഭൂമി തന്നിലേക്ക് ആകർഷിച്ച് അതിനെ അവിടെ കൊണ്ട് തീർത്ത് കളയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, മരണവും നരകവും ന്യായവിധിയും നിത്യദീപവും എല്ലാം കാത്ത് ഈ ഭൂമിയിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന നമ്മളെ ഇനി ഒരിക്കലും മരണത്തിനോ നരകത്തിനോ ന്യായവിധിക്കോ തീയും ഗന്ധർവ്വത്തിനോ പുഴുവിനോ ഒന്നിനും ആകർഷിക്കാൻ കഴിയാത്ത സ്വർഗത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുന്ന കർത്താവിന്റെ കാൽവരിയിലെ സ്നേഹത്തിന്റെ ആഴം എത്രയോ വലുതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അത് നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തില് അനിവാര്യമാണ്. ആദാമിനെ ഈ ഭൂമി ആകർഷിച്ചു, ഹാബേലിനെ ഈ ഭൂമി ആകർഷിച്ചു, ഹാനോക്കിനെ ഈ ഭൂമി ആകർഷിച്ചു, നോഹയെ ഈ ഭൂമി ആകർഷിച്ചു, അബ്രഹാമിനെ ഈ ഭൂമി ആകർഷിച്ചു, ഇസ്ഹാക്കിനെ ഈ ഭൂമി ആക്രമിച്ചു, യാക്കോബിനെയും യോസേഫിനെയും ഈ ഭൂമി ആകർഷിച്ചു. എന്നാൽ അവരുടെ ആകർഷണത്തിൽ നിന്ന്, ഈ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്നാണ് 75-ാമത്തെ വയസ്സിൽ എന്റെ ദൈവമായ കർത്താവ് അബ്രഹാമിനെ ആകർഷിച്ച് പാലും തേനും ഒഴുകുന്ന കരണ്ടാട് കാണിച്ച് സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നയിച്ചത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ ലോകം ആകർഷിക്കപ്പെടാത്ത ഒന്നും കാണത്തില്ല, ഒരു മനുഷ്യനും കാണത്തില്ല. എന്നാൽ ആ ആകർഷണത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ ആകർഷണത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് അനിവാര്യമാണ്, അല്ലെ? ഈ ലോകം ആകർഷിച്ചുകൊണ്ടാണ് മോശ ഒരു കൊലപാതകം ചെയ്ത് അവസാനം ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലായിത്തീർന്നത്. ദൈവം ആകർഷിച്ചപ്പോൾ സീനായി മലയിൽ എത്തുവാൻ, ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കുവാൻ അവസാനം കൽപ്പലകയുമായി വന്ന് ഇസ്രായേൽ ജനത്തിന് ഉപദേശങ്ങൾ കൊടുക്കുവാൻ തനിക്ക് സഹായം ലഭിച്ചു. അവസാനം പ്രിയ ദൈവമക്കളെ, തന്റെ ജീവിതം ദൈവാകർഷണത്താൽ എത്രയോ മനോഹരമായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? ഈ മനോഹര മോശയുടെ ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ 6 മാസത്തെ പ്രായ വ്യത്യാസം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അത്രയും ആ ഒരു ചെറിയ അവസ്ഥയിൽ 6 വയസ്സ് അല്ലെങ്കിൽ 6 മാസം എന്ന് പറയുന്നത് എത്രയോ പരിമിതമായ ഒന്നാണ്. ആ അവസ്ഥയിലായിരുന്ന അഹരോനെയും ഈ ഭൂമി വഴിമധ്യയെ ആകർഷിച്ച് തന്റെ ജീവനെ എടുത്തു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതുപോലെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം ചെറുതാകുമ്പോഴോ വലുതാകുമ്പോഴോ ഈ ഭൂമി ആകർഷിച്ച് നമ്മളെ ഒന്നുമല്ലാത്ത രീതിയിൽ പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പരാജയത്തിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുത്തർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ മരണത്തിൽ നിന്നുയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് മരണം ഈ ഭൂമിയുടെ ആകർഷണമാണ്, അടക്കപ്പെടൽ ഈ ഭൂമിയുടെ ആകർഷണമാണ്. ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ദൈവം തന്നെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ ആകർഷണമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജനനത്തിൽ നമ്മൾ ചെറുതായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുതായിരിക്കാം, നമ്മുടെ വളർച്ചയിൽ നമ്മൾ ചെറുതായിരിക്കാം. എന്നാൽ നമ്മുടെ വിടവാങ്ങിൽ നമ്മൾ യേശുക്രിസ്തുവിൽ എഫേസ്യർ 4:15 പൗലോസ് പറയുന്ന പോലെ ഏത് മനുഷ്യനും ക്രിസ്തുവിൽ ഒരു ഉന്നതമായ ഒരു ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരണം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടമെല്ലാം സഹിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പൗലോസ് വീണ്ടും എഫേസ്യർ 4:15 പറയുമ്പോൾ ക്രിസ്തു എന്ന തലയോളം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നിങ്ങൾ വളരണം. ആ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഉണ്ടാകട്ടെ. എലിക്കുഞ്ഞിനുള്ള വലുപ്പത്തിൽ ജനിച്ച ഐസക് ന്യൂട്ടൻ മരിക്കുമ്പോൾ ലോകത്തിന്റെ നെറുകയിൽ താൻ ഗുരുത്വാകർഷണത്തിന്റെ ഉടമസ്ഥനായി, കണ്ടുപിടുത്തക്കാരനായി, അതിന്റെ ഫൗണ്ടറായി ലോകത്തിൽ അറിയപ്പെട്ടുവെങ്കിൽ നമ്മൾ വിടവാങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം വളർന്ന് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും പക്വതമാർന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യകരമായ അനുഭവമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ വരുത്തില്ല. എന്നാൽ
ആകർഷിക്കപ്പെടുന്നവരെ മുഴുവനും എന്റെ പിതാവ് ആ ദിവസം പുത്രൻ മുഖാന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മുടെ ഈ ഭാവി അനുഗ്രഹമായി, ഐശ്വര്യമായി, സന്തോഷകരമായി, ആനന്ദകരമായി, ആഹ്ലാദകരമായി, വിജയകരമായി, ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.